നമസ്കാരം. റിലേഷൻഷിപ്സിനെ പറ്റി നമ്മളെല്ലാവരും ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയൊക്കെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് ഏതാണ്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. മനസ്സിലൊരു ഉത്തരം വന്നില്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. അപ്പോ നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരം എന്തായാലും നമുക്കിതിനെ ഒരു പുതിയ രീതിയിലൊന്ന് നോക്കിയാലോ? ചിലപ്പോ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും ഉത്തരം. സാധാരണ നമ്മളിത് ചോദിക്കുമ്പോൾ എന്തൊക്കെ ഉത്തരങ്ങളാ വരാറ്? അച്ഛനും അമ്മയും, ബോയ്ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെയൊക്കെയല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ എല്ലാ ബന്ധങ്ങളും നിൽക്കുന്നത് ഒരൊറ്റ ഫൗണ്ടേഷനിലാണ്, ഒരടിത്തറയിൽ. അതെന്താന്നോ? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ബന്ധം. ഇതിനെപ്പറ്റിയൊരു അടിപൊളി വാചകമുണ്ട്. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ബന്ധമാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഇത് ഭയങ്കര പവർഫുൾ ആണ്. അതായത് നിങ്ങളുടെ അച്ഛനമ്മമാരോ പാർട്ട്ണറോ ഒന്നുമല്ല, ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബന്ധമാണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ സെൽഫ് റിലേഷൻഷിപ്പ് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? അതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ ചില ഒഴിവാക്കാൻ പറ്റാത്ത ചില കഠിനമായ യാഥാർത്ഥ്യങ്ങളിലാണ് കിടക്കുന്നത്. ഇപ്പം നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെന്ന് വെക്കുക. നിങ്ങളുടെ എപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും? എക്സാംസ് അല്ലേ? ഹോ, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ ശരിക്കും തുടങ്ങിയിട്ടേ ഉള്ളൂ. ജീവിതം ഇതിലും എത്രയോ വലിയ വെല്ലുവിളികൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുതരും. ഇതൊക്കെ വെറും ഒരു ട്രെയിലർ മാത്രമാണ്. നമ്മളെല്ലാവരും, നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു താഴ്ചയിലെത്തും, ഒരു റിയൽ ലോ, ശരിക്കും തകർന്നു പോകുന്ന ഒരവസ്ഥ. എന്നെ വിശ്വസിക്കൂ, നമ്മളെല്ലാവരും അതിലൂടെ കടന്നുപോകും, അത് ഉറപ്പാണ്. അപ്പോ അങ്ങനൊരവസ്ഥ വരുമ്പോ ആരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക? നമ്മുടെ യഥാർത്ഥ കൂട്ടാളി ആരായിരിക്കും? നമുക്ക് നോക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയില്, ആബ്സല്യൂട്ട് ലോ പോയിന്റില് കൂടെയുണ്ടാവുമെന്ന് 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരേ ഒരാൾ ആരാണ്? ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ആരാണ്? നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയില് നമ്മൾ തകർന്ന് താഴെ വീഴുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരാള്. അതാണ് ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു ഡെഫിനിഷൻ. അപ്പോ ആരാണ് ആ വ്യക്തി? അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ മാത്രം. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഏറ്റവും മോശം അവസ്ഥയില് നിങ്ങൾക്ക് കൂടെയുണ്ടാവുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരാൾ നിങ്ങൾ തന്നെയാണ്. അപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു രത്നചുരുക്കം എന്താണ്? അവസാനമായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. 1. നിങ്ങൾ ജീവിതത്തിൽ ഉറപ്പായും ഒരു ഏറ്റവും മോശം അവസ്ഥ ഫേസ് ചെയ്യും. 2. ആ സമയത്ത് ചിലപ്പോൾ വേറെ ആരും കൂടെയുണ്ടാവില്ല. 3. കൂടെയുണ്ടാവുമെന്ന് ഗ്യാരണ്ടിയുള്ള ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. അപ്പൊ അതിന്റെ അർത്ഥമെന്താണ്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടായിരിക്കണം. ഇതാണ് ഏറ്റവും വലിയ ഉപദേശം. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താവുക. മറ്റെല്ലാ ബന്ധങ്ങൾക്കും മുകളിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ആ ബന്ധം സ്ട്രോങ് ആക്കുക. സ്വയം സ്നേഹിക്കുക, ബഹുമാനിക്കുക. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സ്വയം ഒരു താങ്ങാവുക. അപ്പോ യഥാർത്ഥ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങൾ തന്നെയാണെങ്കിൽ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എത്രത്തോളം അറിയാം? ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ.